ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കുറേ പേര് അവരുടെ സങ്കടങ്ങളും എന്തൊക്കെ കമൻസ് വഴി അയച്ചിരുന്നു. ഞാനെല്ലാം വായിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടിയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. എനിക്ക് സംസാരിക്കാനാണ് കൂടുതൽ ഇഷ്ടം കമൻസ് എഴുതണേലൂട്ടാണ്. അപ്പോൾ സമയം ഇപ്പോൾ 9 മണിയായി. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ കുറച്ച് വ്യത്യാസമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. ഇന്ന് ഞാൻ എഴുന്നേറ്റ് കാലത്ത് തന്നെ ക്ലീനിങ് പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഫ്രഷായ ശേഷം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഇപ്പോൾ സമയം 9 മണിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ചെടികളൊക്കെ ഒന്ന് വെയിലത്ത് കൊണ്ടുവച്ചിട്ട് നേരിതായിട്ട് വെയിൽ കൊള്ളാൻ വെച്ചിരിക്കുകയാണ്. അതൊന്ന് നനച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 9:30 ആകുമ്പോഴാണ് ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കുക. അതുപോലെ തന്നെ കുർബാനയും കാണുന്നത്. ഗുഡ്നെസ് ചാനൽ എന്ന് പറഞ്ഞ ചാനലിൽ 9:30ക്കുള്ള കുർബാനയെ കാണണേ. പല ടൈമിംഗ് ഉണ്ട്. 6 മണി, ഈ പറഞ്ഞ പോലെ 9:30, പിന്നെ അതിന് ശേഷം ടൈമുണ്ട്. ഷാലോം ചാനലിലും കുർബാനയുണ്ട് കേട്ടോ 10 മണിക്ക്. അപ്പോൾ പ്രാർത്ഥിക്കാമെന്നല്ലാതെ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒന്നും പറഞ്ഞു തരാനില്ല. കമൻസ് വഴിക്ക് കുറേ പേര് അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ എനിക്ക് അയച്ചു. പലരും ഈ ഒരു അവസ്ഥയിൽ ഇപ്പോഴും ബാങ്ക് ജോലി ചെയ്യുന്നവർ, നഴ്സുമാർ, ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കുട്ടികൾ അവരുടെ മക്കളെ ഓർത്തര ടെൻഷൻ, ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ് പുറത്ത് പോയി വരുമ്പോൾ. അതുപോലെ തന്നെ പ്രവാസികളായിട്ട് നിൽക്കുന്നവർ വളരെ ബുദ്ധിമുട്ടിൽ ജോലിക്ക് ഇപ്പോഴും പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി. പക്ഷേ എനിക്കിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരു ഭാഗ്യമാണ്, വീട്ടിലിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതുപോലെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങളെല്ലാവരും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ലഞ്ചിൻ്റെ കറിക്കുള്ള പ്രിപ്പറേഷനായിട്ട് പോവാം. നമ്മളിന്ന് കറി വെക്കുന്നത് കുമ്പളങ്ങയും മാങ്ങയും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ചേർക്കുന്നത് ചക്കക്കുരുവും പരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മാങ്ങയും കുമ്പളങ്ങയും ഒരുമിച്ച് വെച്ചതിൻ്റെ കാര്യം, അത് വേഗം വേവുമല്ലോ. പക്ഷേ പരിപ്പും ചക്കക്കുരുവും പെട്ടെന്ന് വേവില്ല. അപ്പോൾ അത് കുക്കറിൽ വേവിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ അരമുറിയോളം തേങ്ങ വെച്ചിട്ടുണ്ട്. അരമുറി ഫുൾ ഉപയോഗിക്കേണ്ടെന്ന് വരില്ല. പിന്നെ കുറച്ച് വേപ്പില, പച്ചമുളക് പൊടികളൊക്കെ ഞാൻ ഇടുന്നത് വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചക്കക്കുരുവും പരിപ്പും കൂടി കുക്കറിലിട്ടിട്ടൊരു 3 വിസിലോളം അടിച്ച് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയും മാങ്ങയും നമുക്കിനി വേവിച്ചെടുക്കാൻ വെള്ളം ഒഴിക്കുക, കുറച്ച് ഉപ്പിടുക, ഇത്തിരി മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് അതിൽ കട്ട് ചെയ്തിടുക, അത്ര മാത്രമുള്ളൂ. വേപ്പില ചേർക്കാം. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് വേവിക്കുക. അടുപ്പത്ത് വെച്ച് മൂടി വെച്ച് വേവിച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കണില്ല, വഴിയെ ചേർക്കാം ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ കറി വെക്കുന്നതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ വെജിറ്റബിളും അതുപോലെ തന്നെ അങ്ങനത്തെയൊക്കെ കഴിക്കണുള്ളൂ, ഒക്കെ നോയമ്പായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള പച്ചക്കറികൾ വെച്ച് നമ്മൾ മാനേജ് ചെയ്യണം. വീട്ടിലുള്ളത് അധികം കടയിലേക്ക് പോവാതെയും നോക്കണം. കുറച്ച് നടന്ന് പോയാലാണ് നമുക്ക് പച്ചക്കറിക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറ്റാവുന്ന പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ടും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ കറികൾ ഉണ്ടാക്കി, അതും ഒരു തരം കറി ഉണ്ടാക്കുന്നുള്ളൂ, പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അങ്ങനെ നോക്കി കണ്ട് മാനേജ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പിന്നെ വഴിയെ വീട്ടിലുള്ള ഐറ്റംസ് തീർന്നാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറി നാളികേരത്തോളം ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ടീസ്പൂൺ നല്ല ജീരകം, ഒരു 2 അല്ലി വെളുത്തുള്ളി. ഇത് നന്നായിട്ട് അരച്ച് ഇതുപോലെ പേസ്റ്റ് പോലെ ആക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക. നമ്മുടെ ചക്കക്കുരുവും പരിപ്പും കൂടി നമ്മളവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുമ്പളങ്ങയും മാങ്ങയും ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി യോജിപ്പിച്ച് നമുക്ക് കറി റെഡിയാക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് പാത്രങ്ങൾ അവിടെ കിടക്കുന്നതൊക്കെ കുറച്ച് ഇതൊക്കെ വേവണ ടൈം കൊണ്ട് ഞാൻ കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ സിങ്കിലാണെന്നുണ്ടെങ്കിൽ ചോറും കല്ലം കൊണ്ടുവച്ചപ്പോൾ കരിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ടു, ഇടയ്ക്കൊന്ന് കൈ സോപ്പ് കൊണ്ട് കഴുകി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതേ കുമ്പളങ്ങയും മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ പരിപ്പും ചക്കക്കുരുവും കൂടി ഞാൻ അതിലെ വെള്ളം മാറ്റി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആ വെള്ളം, വേവിച്ച വെള്ളം ഞാൻ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. കാരണം വഴിയെ നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കട്ടിയൊക്കെ വരുമ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ചക്കക്കുരും ഇതൊക്കെ വേവിച്ച വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മുടെ തേങ്ങയുടെ അരപ്പും കൂടി അതിൽ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് തിളച്ചൊന്ന് മിക്സ് ആവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണ്ട് അതിൻ്റെ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ അറിയാം. ടേസ്റ്റൊക്കെ ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് തിളക്കട്ടെ കേട്ടോ.
അപ്പോൾ എരിവ് പോരാൻ തോന്നിയാൽ കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏതാണ് തിളച്ചെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവി അങ്ങനെ കട്ടി നമുക്ക് തോന്നില്ല, പക്ഷേ ചൂടാറി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല കട്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തിക്നെസ് ആയിട്ട് എടുക്കണ്ട, ഇത്തിരി ഇതുപോലെ ഒരു ഗ്രേവി ആയിട്ട് എടുക്കുക. ഇനി നമ്മളിതിലേക്ക് കടുക് പൊടിച്ചിടാൻ പോവാണ്. കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടി നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണയിൽ കാച്ചിയെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതോടെ നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ടുള്ള കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. നല്ലൊരു പുളിയും ഒക്കെ ആയിട്ട് നല്ലൊരു രസമുള്ള കറിയാണ് കേട്ടോ. നമുക്കിതുപോലെ പടവലങ്ങ, അതുപോലെ തന്നെ മുരിങ്ങാക്കോല്, ഇതൊക്കെ ഇതുപോലെ നമ്മൾ കറി വയ്ക്കാം. അപ്പോൾ അമ്മ അവിടെ ചമ്മന്തിക്ക് മാങ്ങ അരിയാന്ന് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ അതേ അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കറി ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ നോക്കി നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും കട്ടിയിൽ കഴിക്കുമ്പോൾ എനിക്കത് അത്ര രസം തോന്നിയിട്ടില്ല. ചാറ് പോലെ ഒഴിച്ച് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ ആ മാറ്റി വെച്ച വെള്ളം ഒന്ന് നേരത്തായിട്ട് ചൂടാക്കിയിട്ട് അത് ഇതിലേക്ക് ഒന്നുകൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു മര്യാദയ്ക്ക് ഗ്രേവി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അമ്മ അതേ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഏതാണ്ട് ഒരു 12 മണിയായപ്പോൾ ജോലികളെല്ലാം കഴിഞ്ഞ് ഞാൻ തുണികളൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നതൊക്കെ കൂടി സ്റ്റാൻഡും ഇട്ടു. ഏതാണ്ട് പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് എക്സ്ട്രാ ടൈം ഉണ്ട്, ഒരു 12 മണിയായപ്പോൾ. ഇപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ബോറടിച്ചിരിക്കല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് ഐഡിയ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ കല്ലുമ്മ പെയിൻറ്റിംഗ് ആണ്. ഇത് ഫാബ്രിക് പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യണേ. ചെറിയ ചെറിയ ഭംഗിയുള്ള വെള്ള കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അതപ്പോൾ ഞാൻ അതും ഇതുപോലെ ഡിസൈൻ വെച്ച് പെയിൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇത് കുറേ ഇതിൽ കണ്ടിട്ടുണ്ട് മുൻപ്, സ്റ്റോൺ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാനൊരു ചാനൽ, മലയാളം ചാനലാണ്, മീ മൈസെൽഫ് സന എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ. അതിൽ ഞാനിങ്ങനെ ഇതുപോലെ ചെയ്യുന്ന കണ്ടു ശരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് ആ സനയുടെ ചാനലിൽ കണ്ടു. അപ്പോൾ ഭയങ്കര ഇഷ്ടമായപ്പോൾ ഒരു ഇൻസ്പിറേഷൻ വന്നിട്ടാണ് ഞാനും ഇതുപോലെ മക്കളുടെ കൂടെ ഇരുന്ന് ഇതൊക്കെ ഉണ്ടാക്കിയത്. അവരും ഭയങ്കര ഹാപ്പിയായി. കാരണം ആ കുഞ്ഞു കുഞ്ഞു ലേഡി ബഗിൻ്റെ കണ്ടിൽ ഇതുപോലത്തെ ചെടികൾ വെച്ചപ്പോൾ നല്ല ക്യൂട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞ് ഇപ്പോഴത്തെ ഈ ഒരു ടെൻഷനിൽ മൈൻഡ് നമുക്ക് മാറ്റാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ സമയം അത് കഴിഞ്ഞ് 1 മണിയായപ്പോൾ ഞങ്ങളെല്ലാവരും ഊണ് കഴിച്ചു. അപ്പോൾ പച്ചക്കറി കറികളാണ് ഇവിടെ എൻ്റെ മൂത്ത മോൾക്ക് ഭയങ്കര ഇഷ്ടം. ചെറിയ മോൾക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, പക്ഷേ പിന്നെ അവളെന്തോ ചക്കക്കുരും അതൊക്കെ ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ കൂട്ടി. ഇപ്പോൾ എന്തും കഴിക്കാം, വെക്കേഷനായപ്പോൾ നല്ല വിശപ്പായപ്പോൾ എന്തും കഴിക്കാമെന്നായി. അപ്പോൾ അതേ ഇനി ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ്. മൂത്ത മോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ എന്നെ സഹായിക്കൂട്ടാ. ഞാനിങ്ങനെ ചെയ്യിപ്പിക്കും. അതെടുക്ക് ഇതെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നേരവും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് സമയം ഞാനിന്ന് പിള്ളേരെന്തോ ടി വി കാണാനിരുന്നു. അപ്പോൾ ഞാൻ ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നിരുന്നു. ഇന്ന് ഉറക്കമൊന്നും വന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഉറങ്ങണമൊന്നുമില്ല. ബുക്ക് വായിക്കാമെന്നുള്ള രീതിയിൽ ഒരു ഡിറ്റക്റ്റീവ് ഒരു സ്റ്റോറിയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കഥയോ കാര്യമൊന്നും ഇപ്പോൾ പറയാൻ ഒന്നും ആയിട്ടില്ല, കുറച്ചൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ആ സസ്പെൻസിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും അത് കുറച്ച് സമയം ഇരുന്ന് വായിക്കുകയാണ്. എനിക്കിങ്ങനെ വായനയും അതുപോലെ തന്നെ ക്രാഫ്റ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ മൊബൈലിൽ എനിക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണ്. നല്ല റിലാക്സിങ് മോഡൽ വീഡിയോസൊക്കെ കാണാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതൊക്കെ കാണാൻ എനിക്കിഷ്ടം. അതൊക്കെ കാണാൻ ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ എന്തായാലും ഞാനത് കഴിഞ്ഞൊരു 3 മണിയായപ്പോഴൊക്കെ ബുക്ക് വായനയൊക്കെ നിർത്തി ന്യൂസ് വെച്ച് നോക്കി. ഇടയ്ക്കിടയ്ക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ന്യൂസ് കാണലായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായപ്പോൾ ഞാൻ നിർത്തി. എന്നാലും 3 നേരം വെച്ച് ഞാൻ ന്യൂസ് കാണും. രാവിലെ ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകുന്നേരവും കാണും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ 3 മണി കഴിഞ്ഞ് 1 മണിക്കൂറോളം അവിടെ ഇരുന്ന് ടി വി കാണലും ചായ വെക്കാൻ അത് കഴിഞ്ഞ് പോയി ചായയൊക്കെ വെച്ച് ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും കാറൊന്ന് കഴുകിയിടാമെന്ന്. കാരണം കഴിഞ്ഞ ദിവസം കുറച്ച് 2-3 ആഴ്ച മുമ്പാണെന്ന് തോന്നുന്നു, അതെ, ഞാൻ സാധനങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോയി ആവശ്യത്തിനൊക്കെ വാങ്ങി, എന്താ പറയുക, കുറച്ച് സ്റ്റോക്കായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് പിന്നെ ഞാൻ പുറത്തേക്കേ പോയിട്ടില്ല. അന്ന് മക്കൾ ക്ലാസ് ക്ലോസ് ചെയ്ത പിറ്റേ ദിവസം തൊട്ട് എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ കാർ അതുകൊണ്ട് കഴുകാത്തതുകൊണ്ട് ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഒന്ന് കഴുകിയിടാം, കാരണം പോണില്ലെങ്കിലും വാഷ് ചെയ്തൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്ര ഇതെന്ന് വെച്ചാൽ വാഷ് ചെയ്തിടാണ്. ഇപ്പോൾ കാറൊന്ന് വേഗം തന്നെ സത്യം പറഞ്ഞാൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ് ഈ ഒരു പണി ചെയ്യാനായിട്ട്. പക്ഷേ ചേട്ടൻ ഇടയ്ക്ക് വിളിച്ചിങ്ങനെ ഓർമ്മിപ്പിക്കും, നീ വല്ലതും കഴുകണുണ്ടോ, നീ വല്ലതും ചെയ്യുന്നുണ്ടോ, കാരണം എന്നേലും കൂടുതൽ ജീവന ആൾക്കാണ്. അതുകൊണ്ട് ഞാനതുകൊണ്ടൊക്കെ അതൊക്കെ കഴുകിയിടാണ്. അപ്പോൾ കാറുകളിൽ പണിയൊക്കെ കഴിഞ്ഞോടുകൂടി ഏതാണ്ട് ആകെ നനഞ്ഞ് കൊളായിട്ടുണ്ടാവും. കാരണം എനിക്കിത് കഴുകിയെടുക്കണമെങ്കിൽ ഒട്ടും ഭയങ്കര മടിയാണുള്ള കാര്യം പറഞ്ഞാൽ. പക്ഷേ ചേട്ടന് വണ്ടികൾ മൊത്തത്തിൽ എല്ലാ വണ്ടികളോടും ഭയങ്കര ക്രേസാണ്, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഭയങ്കര ഇഷ്ടത്തോടെ വാങ്ങിയതാണ്.
അപ്പോൾ ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല, നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് ഭംഗിയൊക്കെ ആക്കും. പക്ഷേ എനിക്ക് ചെയ്ത് പോവും എന്നുള്ളൂ, അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഏതായാലും ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വന്നു. എല്ലാവരും മക്കളതേ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. മൂത്ത മോള് കുറച്ച് തുണികളൊക്കെ, അവരുടെ തുണികളൊക്കെ മടക്കാണ്ടായിരുന്നൊക്കെ മടക്കി വെക്കുന്നു. ചെറിയ മോള് ടോയ്സൊക്കെ ഒതുക്കി വെക്കുന്നു. തുണികൾ അവർ മടക്കി ഷെൽഫിൽ വെക്കും കേട്ടോ. അതൊരു ഉപകാരം. ഞാൻ പറയുമ്പോൾ ദേഷ്യം വരും, എന്നാലും ചെയ്യും, അതൊരു ഭാഗ്യം. ആ സമയം ഞാൻ എൻ്റെ തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മടക്കി വെക്കുകയാണ്. അപ്പോൾ സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞു. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു സമയമാണ്, വൈകുന്നേരം കൊന്നെത്തിക്കും എല്ലാവരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ചും കൂടി സമയം എക്സ്ട്രാ എനിക്ക് തോന്നുന്നു. ഇങ്ങനെ വന്നപ്പോൾ കുറേയും കൂടി ദൈവത്തോട് അടുത്തു, എനിക്ക് കുറേയും കൂടി ടൈം കണ്ടെത്താൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് ശരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ മക്കളെ ഞാൻ കുറച്ച് സമയം അവരെ കാർട്ടൂൺ കാണാൻ സമ്മതിക്കാറുണ്ട് മൊബൈലിൽ. അപ്പോൾ അവരത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം ഞാൻ വെറുതെ, എനിക്ക് കുറച്ച് സമയം കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും, ഞാൻ മുൻപൊക്കെ ചെയ്തിരുന്നൊരു സംഗതിയാണ് ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ. ഇപ്പോൾ കുറേ നാളായി ഞാൻ ട്രൈ ചെയ്തിട്ടേ ഇല്ല. ഒരു 10 വർഷമൊക്കെ ആയെന്ന് തോന്നുന്നു ഞാനൊന്ന് ഇരുന്ന് നന്നായിട്ട് പടമൊക്കെ വരച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും വൃത്തിയിലൊന്നും അങ്ങോട്ട് പടം വരച്ച് എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ട് ഇൻസ്പയർഡായിട്ട് ഞാൻ ഒരു പെയിൻറ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ആ ചാനലിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല. ഓർമ്മ വരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും പെയിൻറ്റിങ്ങിലോട്ട് പോവാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഈ പെയിൻറ്റിങ് കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കട്ടെ, പുറത്ത് കിടന്ന് നടക്കരുത്. ഓക്കെ, ബൈ ബൈ.